നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് ആൻഡ് കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്താണെന്ന് നോക്കാം. ദ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദെയർ എലമെൻറ്റ്സ്. അതായത് ഇപ്പോൾ രണ്ട് സെറ്റ് തന്നിട്ട് അതിൻ്റെ യൂണിയൻ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സെറ്റ്സിലെ എലമെൻറ്റ്സും കൂടി ഒരുമിച്ച് ഒരു സെറ്റായിട്ട് അങ്ങ് എഴുതിയാൽ മതി. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പലാണ്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് 2, 3, 7 ആണ്. ബി എന്ന് പറയുന്നത് സെറ്റ് 4, 5, 8 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ കാണാൻ പറഞ്ഞാൽ എ യൂണിയൻ ബി, ഇതാണ് അതിൻ്റെ സിമ്പൽ. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സെറ്റിൻ്റെയും എലമെൻറ്റ്സിനെ ഒരുമിച്ച് എഴുതുക. അതായത് 2, 3, 7 എഴുതി, ദെൻ 4, 5, 8 ഒരുമിച്ച് ഒരു സെറ്റായിട്ട് എഴുതുന്നു. അതിനെയാണ് നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇൻ്റർസെക്ഷൻ എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ആർ കോമൺ ടു ഓൾ ദ ഗിവൺ സെറ്റ്സ് ഗിവ്സ് ആൻ ഇൻ്റർസെക്ഷൻ ഓഫ് ദ സെറ്റ്. അതായത് ഇപ്പോൾ രണ്ട് സെറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുത്ത് ഒരു സെറ്റാക്കി അങ്ങ് എഴുതുക. അതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ്. യൂണിയൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു 2, 3, 7 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2, 4, 9. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? 2 അല്ലേ? അപ്പോൾ സെറ്റ് 2 ആയിരിക്കും നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് എസ് ആൻഡ് സെറ്റ് ടി ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഹാസ് ഓൺലി ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻ സെറ്റ് എസ് നോട്ട് ഇൻ സെറ്റ് ടി. അതായത് എന്നെ ഡിനോട്ട് ചെയ്യുന്ന എസ് മൈനസ് ടി എന്നാണ്. അപ്പോൾ ഡിഫറൻസ് മീൻസ് എസ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? എലമെൻറ്റ്സ് ദാറ്റ് ആർ ഇൻ എസ്സിലുള്ള എലമെൻറ്റ്സും എന്നാൽ ടിയിൽ ഇല്ലാത്ത എലമെൻറ്റ്സിൻ്റെ ഒരു സെറ്റായിട്ട് എഴുതുന്നതാണ് എസ് മൈനസ് ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പി സെറ്റ് ദാറ്റ് പി എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് പി നോട്ട് എലമെൻറ്റ് ഓഫ് ടി. അതായത് പി എന്ന് പറയുന്നത് സെറ്റ് എസ്സിൽ ഉണ്ടാവണം, പക്ഷെ ടിയിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് എസ് മൈനസ് ടി. അതായത് എസ്സിലുള്ളതും ടിയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സിനെ സെറ്റാക്കി എഴുതുന്നതാണ് എസ് മൈനസ് ടി എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ടി മൈനസ് എസ് ആണെങ്കിൽ ടിയിലുള്ളതും എസ്സിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ വരും. നെക്സ്റ്റ്, കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻറ്റ് ലെറ്റ് യു ഈസ് യൂണിവേഴ്സൽ സെറ്റ്. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. അതേപോലെ എ സബ്സെറ്റ് ഓഫ് യു. എ സബ്സെറ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ ഉള്ള എലമെൻറ്റ്സ് എല്ലാം എവിടെ ഉണ്ടാവണം? യുവിൽ ഉണ്ടാവണം. ആൻഡ് ദെൻ ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻറ്റ് ഓഫ് എ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ ആണ് ഉദ്ദേശിക്കുന്നത്. എ കോംപ്ലിമെൻറ്റ് മീൻസ് യു മൈനസ് എ. യുയിലുള്ളതും എയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. If set A is equal to set A, B, C, D and B is equal to B, C, E, F, find A minus B. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്. നമുക്ക് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സിനെ സെറ്റ് ഫോമിൽ എഴുതുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്ക് എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? എയിലുണ്ട് എന്നാൽ ബിയിലില്ല, അപ്പോൾ എ വരും. ബിയും സിയും നമ്മുടെ എയിലും ബിയിലും ഉണ്ട്. ദെൻ ഡി എയിലുണ്ട് എന്നാൽ ബിയിലില്ല, അപ്പോൾ എ ഡി. സെറ്റ് എ ഡി ആണ് എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇനി ബി മൈനസ് എ എന്തായിരിക്കും വരുന്നത്? ബിയിലുള്ളതും എയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ്. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഏതാ? ബി രണ്ടിടത്തും ഉണ്ട്, സി രണ്ടിടത്തും ഉണ്ട്. പിന്നെ ഇ എന്ന് പറയുന്ന ബിയിലുണ്ട്, എയിലില്ല. എഫ് എന്ന് പറയുന്നത് ബിയിലുണ്ട്, എയിലില്ല. അപ്പോൾ സെറ്റ് ഇ എഫ് ആയിരിക്കും ബി മൈനസ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. Let X is equal to set David, John, Misha be the set of students of class 11 who are in the school hockey team. അപ്പം എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താ? 3 പേരുണ്ട്. അവരെന്താണ്? +1 ക്ലാസ്സിലെ സ്കൂൾ ഹോക്കി ടീമിലുള്ള ആൾക്കാരാണ്. വൈ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 11 who are in സ്കൂൾ ഫുട്ബോൾ ടീം. ഫുട്ബോൾ ടീമിലെ ആൾക്കാരാണ് സെറ്റ് വൈ. അങ്ങനെയാണെങ്കിൽ എക്സ് യൂണിയൻ വൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? കോമ്പിനേഷൻ ഓഫ് 2 സെറ്റ്സിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഡേവിഡ്, ജോൺ, സോയ.
അതുപോലെ വൈ എന്ന് പറയുന്നത് സോയ, രാഹുൽ, റിയ. അപ്പോൾ രണ്ട് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഈ ഒരാൾ സോയ എന്ന് പറഞ്ഞ ആൾ രണ്ടിലും ഉണ്ട്, അതായത് ഫുട്ബോളിലും ഉണ്ട്, ഹോക്കി ടീമിലും ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് എക്സ് യൂണിയൻ വൈ എഴുതുമ്പം എന്താണ്, ഈ റെപ്പറ്റീഷൻ പാടില്ലല്ലോ സെറ്റ്സിൽ. അപ്പോൾ ഈ സോയയെ നമ്മൾ ഒന്നായിട്ട് എഴുതത്തുള്ളൂ. ടേക്ക് വൺസ്, കോമൺ എലമെൻറ്റ് സോയ ഷുഡ് ബി ടേക്ക് വൺസ്. അപ്പോൾ സോയ ഒരു വട്ടം എഴുതുക, പിന്നെ ബാക്കി ആൾക്കാരെ എല്ലാം ഒരുമിച്ച് എഴുതുക, കമ്പൈൻ ചെയ്ത് അങ്ങ് എഴുതുക. ഡേവിഡ്, ജോൺ, രാഹുൽ, റിയ. അപ്പോൾ എക്സ് യൂണിയൻ വൈ നമുക്ക് കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്. ഫസ്റ്റ് വൺ, എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 3 5, വൈ ഇസ് ഈക്വൽ ടു 1 2 3. ഇപ്പം എക്സും വൈയും ഉണ്ട്, അതിൻ്റെ യൂണിയൻ. അപ്പോൾ എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ അങ്ങ് എടുത്താൽ മതി. അപ്പം രണ്ടിൻ്റെയും കോമ്പിനേഷൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഒരൊറ്റ തവണ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 1 കോമൺ ആണ്, 3യും കോമൺ. അപ്പോൾ 1ഉം 3 ഒരു തവണ എഴുതാൻ പാടുള്ളൂ യൂണിയനിൽ. അപ്പോൾ എന്ത് വരും, 1 3യും വരും, പിന്നെ ബാക്കിയുള്ള 2ഉം 5ഉം ഒരുമിച്ച് അങ്ങ് എഴുതി. അങ്ങനെ എക്സ് യൂണിയൻ വൈ കിട്ടി. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു സെറ്റ് ഓഫ് ഓൾ വവൽസും, ബി എ ബി സിയും. അതിൻ്റെ യൂണിയൻ രണ്ടിൻ്റെ കോമ്പിനേഷൻ എടുക്കുക. ഇവിടെ എ എന്ന് പറയുന്ന കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ ഒരൊറ്റ തവണ എടുക്കുക. ബാക്കി ബി സി എഴുതി, ഇ ഐ ഒ യുയും എഴുതി, കോമ്പിനേഷനായിട്ട് എഴുതി, എ യൂണിയൻ ബി നമുക്ക് കിട്ടി. എളുപ്പമല്ലേ? നെക്സ്റ്റ്, എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറുമാണ്, എന്താണ്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓഫ് 3യും ആണ്. ഇവിടെ നോക്കിയേ, ആൻഡ് എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത്. ആൻഡ് മീൻസ് ഇൻ്റർസെക്ഷൻ ആണ്. അതായത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പം എക്സ് നാച്ചുറൽ നമ്പറുമാണ്, മൾട്ടിപ്പിൾ ഓഫ് 3യുമാണ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താ? ഇപ്പം നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 6 9 12 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3 ആണ്, പിന്നെ 6 ആണ്, പിന്നെ ഇവിടെ 9 വരും. 9 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെയാണ്. അപ്പോൾ ആൻഡ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, 3 6 9. അതേപോലെ നെക്സ്റ്റ്, ബി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5. 6 വരത്തില്ല, 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, അപ്പോൾ 5 വരെ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് സെറ്റിൻ്റെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെ വരും? 1 2 3 4 5 വരെ വരും. 1 2 3 4 5 വരെ വരും. പിന്നെ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം 3 ഒരു തവണ എല്ലാം എഴുതത്തുള്ളൂ. സോ നമുക്ക് 3 ഒരു തവണ മതി. 3 6 9 12 അങ്ങനെ രണ്ട് സെറ്റിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരും. 3 രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് ഒരൊറ്റ തവണ എഴുതിയാൽ മതി. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 2 4 5 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇത് കണ്ടോ, 1 2 4 5 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 3 മീൻസ് ഇവിടെ ഓർ ഇട്ടിട്ടുണ്ടല്ലോ. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്നർത്ഥം. ആൻഡ് മീൻസ് ഇൻ്റർസെക്ഷൻ ആൻഡ് ഓർ മീൻസ് യൂണിയൻ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ, അതായത് 1 2 4 5ൻ്റെയും മൾട്ടിപ്പിൾ ഓഫ് 3യുടെയും കൂടി യൂണിയൻ, രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള സെറ്റ് അതല്ലേ ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു ഫോമിൽ എഴുതിയതാണ്. എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് ഈസ് ഈക്വൽ ടു 1 2 4 5 ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന്. അപ്പോൾ ഇത് രണ്ട് വാക്കുകൾ പഠിച്ചു വെക്കുക. ആൻഡ് മീൻസ് ഇൻ്റർസെക്ഷൻ ആൻഡ് ഓർ മീൻസ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതായത് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ എന്ത് വരും? 2 മുതലുള്ള ആൾക്കാർ 2 3 4 5 6 വരും. അതായത് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പറുമാണ് ആൻഡ് വന്നിരിക്കുന്നത്, അതായത് ഇൻ്റർസെക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പറും ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ് ഒന്നിനും, അതേപോലെ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6നും ഇടയിലുള്ള നമ്പേഴ്സും ആയിരിക്കും. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ വരത്തുള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞു പോകും. എന്നാൽ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ എന്താ വരിക? 2 3
4 5 6. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ആരാ വരിക? 2 3 4 5 6 അല്ലേ വരിക, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ നാച്ചുറൽ നമ്പറും വരും. അതേപോലെ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 മീൻസ് 7 8 9. അപ്പം നാച്ചുറൽ നമ്പറും ഇതും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ ഇത് തന്നെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ 7 8 9 എന്ന് വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് എന്തായി? എ യൂണിയൻ ബി ആയി. അതായത് 2 3 4 5 6 എഴുതി, പിന്നെ 7 8 9 കൂടി എഴുതി. അല്ലെങ്കിൽ ഇതിനെ വേറൊരു ഫോമിൽ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് വെച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. നോക്കിക്കേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4 5 6 7 8 9 ആണ്. അതായത് 1നും 10നും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും വന്നിട്ടുണ്ട്. അത് നാച്ചുറൽ നമ്പേഴ്സാണ്. ആൻഡ് മീൻസ് ഇൻ്റർസെക്ഷൻ അല്ലേ. അപ്പം നാച്ചുറൽ നമ്പേഴ്സും വരും, പിന്നെ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 വരും. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്തേ വരത്തുള്ളൂ? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 വരത്തുള്ളൂ. അതാണ് ഈ സെറ്റ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്ന് പറഞ്ഞാൽ 1 2 3, ബി എന്ന് പറയുന്നത് 5 വരും. അതിൻ്റെ യൂണിയൻ എന്തായിരിക്കും? ബി. 5 മീൻസ് എന്താ? നൾ സെറ്റ്. ഒരു എലമെൻസും ഇല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ എടുത്ത് എന്ത് തന്നെ വരത്തുള്ളൂ? എ തന്നെയല്ലേ വരത്തുള്ളൂ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3 തന്നെയാണ് വരിക.